തമിഴ്നാടിന്റെ സമഗ്ര പുരോഗതിയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുകയും വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് വിദ്യാർത്ഥികൾക്ക് വെട്രി ലാപ്ടോപ്പും 11ാം ക്ലാസ്സുകാർക്ക് സൈക്കിളും പാവപ്പെട്ട കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സഹായവും ഉൾപ്പെടെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഇടം പിടിച്ചു. നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്ന തമിഴ്നാടിന്റെ എല്ലാ കാലത്തെയും നിലപാടും ധനമന്ത്രി മരിയ വിൽസൺ അവതരിപ്പിച്ച ബജറ്റിൽ ആവർത്തിച്ചു. തമിഴ്നാടിന്റെ നദീജലവുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച മന്ത്രി മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്താൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയും യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുമുള്ളതാണ് ധനമന്ത്രി മരിയ വിൽസൺ അവതരിപ്പിച്ച വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ്. കോളേജ് വിദ്യാർത്ഥികൾക്കായുള്ള വെട്രി ലാപ്ടോപ്പ് പദ്ധതിക്കായി ബജറ്റിൽ വകയിരുത്തിയത് 2000 കോടി രൂപയാണ്. 20 ലക്ഷം വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ ഗുണം ലഭിക്കുക. സർക്കാർ സ്കൂളിലെ 11ാം ക്ലാസ്സുകാർക്ക് സൈക്കിൾ, ഹെൽമറ്റ്, വാട്ടർ ബോട്ടിൽ എന്നിവ നൽകാൻ 277 കോടി രൂപ നീക്കിവെച്ചു. സ്കൂളിലെ അടിസ്ഥാന സൗകര്യവും ആധുനികവത്കരണവും പൂർത്തിയാക്കാൻ 2132 കോടി രൂപ അനുവദിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ നിലവിലുള്ള TN സ്പാർക്ക് പദ്ധതി കൂടുതൽ സ്കൂളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ യുവാക്കൾക്ക് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്റ്റൈഫൻഡോടുകൂടി ഇന്റേൺഷിപ്പ് അനുവദിക്കുമെന്നാണ് മറ്റൊരു പ്രഖ്യാപനം. സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുഞ്ഞിന് സ്വർണ്ണമോതിരം, പാവപ്പെട്ട കുടുംബങ്ങളിലെ യുവതികൾക്ക് വിവാഹ സഹായം ഉൾപ്പെടെ TVKയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചു. സർക്കാർ കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയിലൂടെ തെളിയിച്ചതായും ധനമന്ത്രി അവകാശപ്പെട്ടു. തമിഴ്നാടിനെ 15 ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറ്റുകയാണ് ലക്ഷ്യം. നീറ്റ് വിഷയത്തിൽ തമിഴ്നാടിന്റെ നിലപാട് ആവർത്തിച്ച ബജറ്റിൽ മെഡിക്കൽ പ്രവേശനത്തിന് +2 മാർക്ക് മാനദണ്ഡമാക്കണമെന്നും കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തിന്റെ പൊതുകടം വർദ്ധിച്ചതും ടെൻഡറുകളിലെ കമ്മീഷനും അഴിമതിയുമടക്കം സ്റ്റാലിൻ സർക്കാരിനെ കടുത്ത ഭാഷയിൽ ബജറ്റിൽ വിമർശിക്കുന്നുണ്ട്. അറസ്റ്റ് അടക്കം ഇന്നലെ ഉണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് ശേഷം സഭയിലെത്തിയ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന് വലിയ സ്വീകരണമാണ് DMK അംഗങ്ങൾ നൽകിയത്. എന്നാൽ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്നത് അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് DMK കടന്നില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.